ഇന്ന് ഞാൻ റിയാദിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസായ ദിരിയനാണുള്ളത് കേട്ടോ. ദിരിയയിലിപ്പോൾ നല്ല കാലാവസ്ഥ, അടിപൊളി. ഇവിടെ നിൽക്കാനൊക്കെ നല്ല രസമുണ്ട്. നോക്കിയാൽ എൻ്റെ പിന്നിൽ ഇങ്ങനെ കാണുന്ന സ്ഥലം നോക്കിയാൽ ഏതോ ഒരു ഭയങ്കര സംഭവം പോലെ ഇല്ലേ. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ടൂറിസം പ്ലേസ്. ഇവിടെ സൗദി ഗവൺമെൻറ് ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ദിരിയ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾ, അതുപോയിട്ട് ഇവിടുത്തെ വാള്, അതായത് മതിൽ, ഇതെല്ലാം ഒറ്റ കളറിലാണ്, അതായത് ചെളിയുടെ കളറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ദിരിയയിലെ കുറച്ച് വിശേഷങ്ങളാണ്. അത്ര വലിയ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നില്ല, പക്ഷേ എനിക്കറിയില്ല കേട്ടോ ദിരിയയെക്കുറിച്ച് വലിയതായിട്ട്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ദിരിയയിൽ ഈ ഒരു സ്ഥലത്താണ് ഞാൻ എത്തിച്ചേർന്നത്. പക്ഷേ ദിരിയയുടെ ഉൾഭാഗങ്ങളൊക്കെ കാണും. അപ്പോൾ അവിടേക്ക് പോകാനുള്ള സമയം ഇന്നിപ്പോൾ എൻ്റെ അടുത്തില്ല. ഞാൻ വളരെ ക്ഷീണിതനാണ്, യാത്ര ചെയ്ത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. വേറെ പല കാര്യങ്ങളുമായിട്ട് റിയാദിൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അതുപോലെ തന്നെ കമൻറ്റുകളും ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഗെറ്റ് സെറ്റ് ഗോ. ഇവിടെ കണ്ടോ, ഇത് നോക്കിയാൽ അങ്ങ് താഴെ നിന്ന് കാറ് വരുന്ന നോക്കിയാൽ സംഭവം കൊള്ളാം കേട്ടോ. മലയുടെ അടിഭാഗത്തുനിന്ന് കാർ ഇങ്ങനെ വരികയാണ്. ചെറിയൊരു റോഡാണ് അവിടെ. ഇങ്ങനെ അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ ദിരിയ. ഞാൻ നിങ്ങളുടെ താഴോട്ട് കാണിക്കാൻ നോക്കിയേ, കണ്ടോ. ഇപ്പോൾ കാറ് വരുന്നുണ്ടോ, ഒരു ചെറിയൊരു സോപ്പ് പൊട്ടി പോലെ കാറിങ്ങനെ പോകുന്നു. ഇവിടെയൊക്കെ കണ്ടോ, ഈ സൈഡെല്ലാം നല്ല വെട്ടുകല്ലും ഇങ്ങനെ പാകി റെഡിയാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ടൂറിസത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫെൻസിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മറ്റേ ശരിക്കും ഞാനൊരു കുന്നിൻ്റെ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ കുന്നിൽ നിന്ന് താഴെ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ക്ലീനാവും. ഇതേ നോക്കിയാൽ ഫുള്ള് ഫെൻസിങ്, അതുപോലെ തന്നെ ചീള് കല്ല് കൊണ്ടിട്ട് ഈ ഫെൻസിങ്ങിൻ്റെ സൈഡ് ഇങ്ങനെ പാകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ താഴത്ത് നോക്കിയാൽ ഒരു നല്ലൊരു പാർക്ക്, നല്ല കുറ്റിച്ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം കല്ലുകൾ സീറ്റാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റിന്മേൽ പോയിട്ട് ഇരിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇതിവിടെയൊക്കെ ഓപ്പണാണ്, നമുക്ക് ഏത് സമയത്തും വരാമെന്ന് തോന്നുന്നു. ഇപ്പം ഞാനിവിടെ വൈകുന്നേരത്തുള്ള കേട്ടോ. അടിപൊളി കാലാവസ്ഥ, നല്ല രസമുണ്ട്. ഇവിടെ ഇതേ കണ്ടോ, അവിടെയൊക്കെ നിറച്ചും മരങ്ങളുണ്ട്. അത് ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. പിന്നെ നിറച്ചും ഈത്തപ്പഴങ്ങളുടെ മരമാണ് അതൊക്കെ അവിടെ ആ കുന്നിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിയാദ് സിറ്റി കാണാം കേട്ടോ. നോക്കിയേ, റിയാദ് സിറ്റി. അവിടെ കാണുന്നത് റിയാദ് ടവറാണ്. ആ പതാകയുടെ പിന്നിൽ കാണുന്നുണ്ടോ, അതാണ് റിയാദ് ടവർ. പിന്നെ നോക്കിയാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ടവറുകളെല്ലാം കാണാം. ഓക്കെ, ഇത് റിയാദ് സിറ്റിയുടെ ഒട്ടുമിക്കൽ ഭാഗങ്ങളും, അതായത് വൊലയ സ്ട്രീറ്റ് ഫുള്ളായിട്ടും കാണാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ റിയാദ് സിറ്റീൻ്റെ ഔട്ട് സൈഡാണ് ഇപ്പം നമ്മൾ കാണുന്നത്, ദിരിയ എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ ദിരിയ ഹിസ്റ്റോറിക്കൽ പ്ലേസ് നമ്മൾ റിയാദിൽ ടൗണിൽ വരുമ്പോഴേ തന്നെ ഇങ്ങനെ ബോർഡ് വെച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ് ഇന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ എത്തിപ്പെട്ടത് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഇതിനല്ലാതെ വേറെ എവിടെയെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗൂഗിൾ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. അക്കരെ കാണുന്നതെല്ലാം ഈ ടൂറിസം വകുപ്പിൻ്റെ പ്രോഗ്രാമുകൾ നടക്കുന്ന സ്റ്റേജൊക്കെയാണ് കേട്ടോ. അത് ഇവിടെയൊക്കെ കണ്ടോ, ഓക്കെ. അവിടെ ബീസ്റ്റ് ഹൗസ് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഇന്ത്യക്കാരും ബംഗാളികളും ഒക്കെ അവിടെ ചെറുപ്പക്കാർ പയ്യന്മാർ യൂണിഫോം ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് ഒരു ഹോട്ടൽ പ്രോജക്റ്റാണെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും ദൂരം നിന്ന് വായിക്കാൻ പറ്റുന്നില്ല. വീഡിയോയിലും അത്രത്തോളം ക്ലിയറായിട്ട് അത് കിട്ടുന്നില്ല. പക്ഷേ ഈ ഏരിയ അടിപൊളിയാണ്, സൂപ്പറാണ് ഏരിയ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇവിടെ വൈകുന്നേരത്തെ ആകുമ്പോഴത്തേക്കും ഒരു ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യം പോലെ ഇവിടെ ഈ ഹൈഫൈ ടീംസ് ഇവിടെ ശരിക്കും വരുന്നുണ്ട്. അവരുടെ വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഹൈഫൈ വാഹനങ്ങളാണ്. അതുപോലെ തന്നെ മറ്റേ ചെറിയ ബികളുണ്ട്, അതിലിങ്ങനെ ആൾക്കാരെ കൊണ്ടുവരും പോവുകയൊക്കെ ചെയ്യും. അതുപോലെ കണ്ടോ, ഇവിടെ ഏതൊരു കോമ്പൗണ്ട് നോക്കിയാൽ ഒരേ മാതിരിയുള്ള ഒരേ കളറുള്ള വീടുകളാണ്. അത് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ ദിരിയയിലെ ഒരു ബിൽഡിങ്ങുകളുടെയും വാളിൻ്റെയൊക്കെ കളർ ഇതാണ് കേട്ടോ. ഈ കളറാണ്
ഇതിപ്പോൾ എവിടെ നോക്കിയാലും ദിരിയയിൽ വരുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ഇതും കാണുന്നത് ഇവിടെയാണ്. പിന്നെ അതുപോലെ റിയാദ് ടൗണിൽ നിന്ന് ദിരിയയിലേക്ക് ബസ്സുണ്ട്, മറ്റേ പാമ്പൻ ബസ് ഇവിടേക്കുണ്ട്. ഇത് ആരോ ഒരു വലിയൊരു വീട്, കൊട്ടാരമാണെന്ന് തോന്നുന്നു. നോക്കിയേ, ഒന്നല്ല 3 എണ്ണം കാണുന്നുണ്ട്. 1 2 3 ഇവരുടെ കൊട്ടാരമാണോ, രാജാവിൻ്റെ കൊട്ടാരങ്ങളാണോ? അവിടെ പതാകയൊക്കെ കാണുന്നുണ്ടല്ലോ. അറിയില്ല, ദിരിയയിലുള്ള രാജാവിൻ്റെ കൊട്ടാരമാണോ എന്നറിയില്ല. എന്തായാലും 3 ബിൽഡിങ്ങുകൾ, ട്രഡീഷണൽ ശൈലിയിലുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. ഈ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മല നല്ല ഇടിച്ച് താഴ്ത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദിരിയയിലെ കുറച്ചും കൂടെ വിശേഷങ്ങൾ കാണാം. ഇവിടേക്ക് എത്തപ്പെടുന്ന റോഡും അതും ഇതുമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. താഴെ കൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ ഈ നടുക്കൊരു റൗണ്ട് അബൌട്ട് പോലെ നല്ല സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ അറബിക് കൾച്ചറിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോഴത്തെ ആൾക്കാരൊക്കെ വരുന്നത് ഹെലികോപ്റ്ററിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഈ ഹെലിപാഡ് കണക്കാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ക്ലിയറായിട്ട് റോഡ് ടാറൊക്കെ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഹെലികോപ്റ്റർ ഇറക്കത്തൊക്കെ രീതി. പിന്നെ ഇവിടെ നോക്കിയാണ്ടോ, ഇവിടെ എല്ലാം ഈ പുഴയിലെ ഉരുളൻ കല്ലാണ് ഈ സൈഡ് മൊത്തം അവർ ഇട്ടിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ 300-400 മീറ്ററോളം ഈ ഉരുളൻ കല്ലിങ്ങനെ പാകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെട്ടുകല്ല് ഇത്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, ഇവിടെ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി കിടപ്പുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. അല്ലാതെ വേറെ ആർക്കും ശല്യമൊന്നുമില്ല കേട്ടോ, ആരെയും ശല്യം ചെയ്യുന്നതുമില്ല. ഇവിടെയൊക്കെ നിറച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്താ ദിറിയ ബിനാലെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നുന്നത് ഇവിടെ പ്രോഗ്രാംസ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ സ്റ്റാൻഡുകളും ഇതൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹൈഫൈ ടീമിൻ്റെ വണ്ടികളാണ് കിടക്കുന്നത് എല്ലാം കണ്ടോ. BMW, ലാൻഡ് റോവർ, റേഞ്ച് റോവർ, അങ്ങനെയുള്ള വണ്ടികൾ മാത്രമല്ല, ഹൈഫൈ വണ്ടികൾ എല്ലാം നോക്കിയേ വേണ്ട. അവിടെ പാർക്കിങ്ങിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്, ലെക്സസ്, മെർസിഡീസ് ബെൻസ്, ഇതൊക്കെ തന്നെ പാർക്ക് ചെയ്യാനും പാടുള്ളൂ. ഇവിടെ നല്ല വലിയൊരു പാർക്കിംഗ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് B എന്നല്ലേ പറയുക, അതോ വേറെന്തെങ്കിലും പറയുക? അതൊരു വലിയൊരു പാർക്കിംഗ് ലോട്ടുണ്ട് കേട്ടോ. ശരിക്കും പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. നിറച്ച് ഈന്തപ്പഴ മരങ്ങളും അതുപോലെ തന്നെ ഒരു കനാല് പോലെ ഇങ്ങനെ താഴത്ത് മൊത്തത്തിലൊരു ട്രഡീഷണൽ രീതിയിലൊരു വാളൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ നോക്കിയേ. ഇതാണ് സത്യത്തിൽ കാണാം. ഇവിടെ മൊത്തം സൗദിയുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള മതിൽക്കെട്ടൊക്കെ കെട്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗം ദിരിയ എന്നറിയപ്പെടുന്നത്, ഹിസ്റ്റോറിക്കൽ ദിരിയ. നോക്കിയേ, വലിയ സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്. 2 സൈഡിലും മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒടുക്കത്തെ വർക്ക് പോയിക്കൊണ്ടിരിക്കുക. റിയാദിൽ പിന്നെ പറയേണ്ട കാര്യമല്ല, റിയാദിൽ എവിടെ നോക്കിയാലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
നല്ല വർക്ക് നടക്കുക. ടൂറിസം അങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്. പിന്നെ അവിടുത്തെ റോഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങുകളൊക്കെ മുഖച്ഛായ മാറ്റുകയാണ്. ബിൽഡിങ്ങുകളൊന്നും നേരത്തെ പോലെ അല്ല, പഴയ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും മുഖച്ഛായ മാറ്റണം. ഇതാണ് ഈ കാണുന്നതാണ്. കണ്ടോ നോക്കിയാൽ സൂപ്പർ മതിൽക്കെട്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയതായിരിക്കും. അത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലോ അതോ അതിനു മുമ്പൊക്കെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഹിസ്റ്റോറിക്കൽ പ്ലേസസ്. അതുകൊണ്ടാണ് ഇതിപ്പം ഹിസ്റ്റോറിക്കൽ ദിരിയ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡാമൊക്കെ ഉണ്ട്. പിന്നെ ഡാമിൽ ഈ ചൂടത്ത് വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇവിടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ, കാണാൻ നല്ല സൂപ്പർ സ്ഥലമാണ്. ഇതിങ്ങനെ ഒരു വൻമതിൽ പോലെ ഇങ്ങനെ കിടക്കുകയാണല്ലോ, കിലോമീറ്റർ കണക്കിന് മതിലുണ്ടല്ലോ. നടുക്കൂടി ഇങ്ങനെ ഉണ്ടോ ഒരു നടപ്പാതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അതിനുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നല്ല നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്, ആവശ്യം പോലെ ഉണ്ട്. ദിരിയയുടെ ഭാഗമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുക. അത് കാരണം ഒത്തിരി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ നേരത്തെ, ഇവിടുത്തെ ബിൽഡിങ്ങുകളും മതിലുകളും എല്ലാം ഒരു കളറാണ്. നിങ്ങൾ നോക്കിയാൽ എൻ്റെ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങുകൾ, മതിലുകൾ എല്ലാം ചെളിയുടെ കളറിലാണ് കേട്ടോ. നല്ല രസമുള്ള കാലാവസ്ഥ. എന്തൊക്കെ പറഞ്ഞാലും ആ താഴെ ഭാഗത്തൊക്കെ കണ്ടോ മൊത്തം. ഇപ്പം ഞാൻ ഈ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ താഴെ നിന്നുകൊണ്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ അയക്കുന്നത് കേട്ടോ. ആ ഭാഗത്തൊക്കെ നോക്കി നല്ല ഈന്തപ്പഴത്തിൻ്റെ മരങ്ങളിങ്ങനെ ശരിക്കും പച്ചപ്പ് വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല വയൽ പോലെ കിടക്കുക കേട്ടോ. അവിടെ കൃഷി ശരിക്കും എന്തോ നല്ല പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു ആടിൻ്റെ ഫാമൊക്കെ ഉണ്ട്. അതുപോലെ ട്രാക്ടറും കേട്ടോ. നല്ല താഴ്ന്ന ഭാഗമാണ്. ഖത്തീഫ് സെയ്ഹാത്ത് ആ ഭാഗം പോലെ നല്ല പച്ചപ്പുമായിട്ട് ചെടി പിടിച്ച് കിടക്കാൻ നോക്കി. ഇത് റിയാദിൻ്റെ നടുവിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, റിയാദിൽ എത്ര ഡിഗ്രി ചൂടുണ്ടെന്ന് നോക്കി. ആ ചൂടിൽ ഒരു പ്രശ്നമില്ലാതെ പച്ചപ്പ് ഇങ്ങനെ വളർന്നു കിടക്കുക. അത് തഴച്ച് വളർന്നു കിടക്കുക കേട്ടോ. ഒരു മറയില്ല നോക്കി, ഒരു മറയില്ലാതെ കൃഷി ചെയ്യാണ്. ചൂടിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ശരിക്കും ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. എനിക്കൊന്ന് അവിടെ എന്ത് പുൽകൃഷിയാണോ അത് ചോളമാണോ ആ ദൂരെ കിടക്കുന്നത് കേട്ടോ. അത് ചോളമാണെന്ന് തോന്നുന്നത്. ഇതുണ്ടോ ഇവിടെ ചോളമാണ്. നോക്കിയാൽ നമ്മളെ നാട്ടിൻപുറത്തെ വയൽ പോലെയല്ലേ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ. ഇതെല്ലാം കൃഷിയാണ്. ഇത് ജർജീർ, മല്ലിയില, അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഈന്തപ്പഴ മഴങ്ങളിലൊക്കെ കിടക്കുന്ന ഈന്തപ്പഴം നോക്കിയേ എന്തുമാത്രം നോക്കി കൊല കുത്തി കിടക്കുക അതിനകത്തൊക്കെ. ശരിക്കും ഒരു നാട്ടുപാറത്തിൻ്റെ ഫീലിംഗ് ഉണ്ട്. ചെറിയ വീട് നോക്കിയാൽ അവിടെയൊക്കെ ചെറിയ വീടും വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ട്രാക്ടറുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് ദിരിയയിലെ വിശേഷങ്ങൾ. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.